പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം യോനായുടെ പുസ്തകം 1:2. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുകയാണ്, യോന എന്ന മനുഷ്യനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? നിനിവേയിലേക്ക് പോകണം. അപ്പൊ നിയോഗിക്കപ്പെടുകയാണ്. ഒരു ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി യോന നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. എന്നാൽ നമ്മൾ കാണുന്നു, ആ നിയോഗം തെറ്റിച്ച്, ദൈവം ഏൽപ്പിച്ച ദൗത്യം തെറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ യോനായ്ക്ക് കിട്ടുന്ന ശിക്ഷ. പക്ഷെ യോന എന്ത് ചെയ്തു? യോന ചെയ്തത് നിനിവേയിലേക്കല്ല, മറിച്ച് താഷിലേക്ക് പോയി, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറയാനൊരുങ്ങി. അങ്ങനെ കപ്പൽ കയറുകയും ആ കപ്പല് വലിയ കൊള്ളക്കത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ യോനായെ തന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാണ് നമുക്കറിയാം കടൽ ശാന്തമാകുന്നത്. ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, യോനായ്ക്ക് തന്നെ മനസ്സിലാകുകയാണ്, യോന നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായതെന്ന്. യോന തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞുകൊള്ളുക, അങ്ങനെ കടൽ ശാന്തമാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തില് ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങള്, ഉത്തരവാദിത്തങ്ങള് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി അത് തന്നെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെതല്ലാത്ത പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് ചുരുക്കം. ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലേറ്റി അത് സ്വപ്നം കണ്ട് അത് 100% ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ, ഉത്തരവാദിത്വം. യോന നിനിവേയിലേക്ക് അയക്കപ്പെട്ടതുപോലെ നമ്മളെ ഓരോരുത്തരും ദൈവം വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്, വിവിധ ദൗത്യവുമായിട്ട്. കണ്ടോ, വചനം പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവരുടെ ദുഷ്ടത, നിനിവേയിലെ ജനത്തിന്റെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.